മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ ജോഷുവ 13:22 ധ്യാനിക്കാം. The book of Joshua, chapter 13, verse 22. ഇസ്രായേൽ ജനം വാളിനിരയാക്കിയവരുടെ കൂട്ടത്തിൽ ബയോറിന്റെ മകനും മന്ത്രവാദിയുമായ ബാലാമും ഉണ്ടായിരുന്നു. പരസ്പര വിരുദ്ധങ്ങളായ സ്വഭാവവും പ്രവൃത്തിയും ഒരുമിച്ച് കൊണ്ടുപോകുവാൻ ശ്രമിക്കുന്നവർക്ക് ഇരുതോണിയിൽ കാൽ വയ്ക്കുന്നവരുടെ അനുഭവമാണ് ഉണ്ടാകുക. നാം നമ്മുടെ ഹൃദയം ഏതെങ്കിലും ഒന്നിൽ മുഴുവനായി സമർപ്പിക്കുകയാണ്. ദൈവത്തെ ആരാധിക്കുന്ന ബാലാം പ്രവാചകന്റെ അത്ഭുത ശക്തികളെപ്പറ്റി ജനങ്ങൾക്ക് അറിവുണ്ടായിരുന്നു. ഇസ്രായേലിനെ ശപിക്കുവാൻ ബാലാക് രാജാവ് ബലയാമിനെ ക്ഷണിച്ചപ്പോൾ ബലയാം പരസ്പര വിരുദ്ധമായ ശക്തികളുടെ പിടിയിൽ അകപ്പെട്ടു. ബാലാക്ക് കൊടുക്കുന്ന പണം ലഭിക്കുമെന്ന് ആഗ്രഹിച്ചു. എങ്കിലും ഇസ്രായേലിനെ ശപിക്കാൻ വിമുഖത കാട്ടി. ദൈവം ആത്മാവിന്റെ പ്രേരണയും ധനത്തോടുള്ള ആഗ്രഹവും തമ്മിൽ മല്ലയുദ്ധമായിരുന്നു. ഒടുവിൽ പണക്കൊതിയിൽ ബിംബാരാധനയ്ക്കും മ്ലേച്ഛ ജീവിതത്തിനും പ്രേരിപ്പിച്ചാൽ ദൈവകോപം ഉണ്ടായി ഇസ്രായേൽ നശിക്കുമെന്ന് ബുദ്ധി ഉപദേശിച്ചു കൊടുത്തു. ഈ വക്രത പ്രവർത്തിച്ച ബാലാമിനെ ഇസ്രായേൽ ജനം വാൾ കൊണ്ട് കൊല്ലുകയാണുണ്ടായത്. ദൈവത്തെയും പണത്തെയും ഒരുമിച്ച് സേവിക്കാനുള്ള ശ്രമത്തിൽ ഭാര്യ പോലും നഷ്ടപ്പെട്ട ലോത്തിന്റെ ജീവിതവും ഇതിനുദാഹരണമാണ്. ഒരു പള്ളിയിൽ അപ്പസ്തോലന്മാരുടെ ചിത്രങ്ങൾ നിരത്തിവെച്ചിരുന്നു. അവസാനം പിശാചിന്റെ ചിത്രവും വെച്ചിരുന്നു. ഒരു സ്ത്രീ പതിവായി വന്ന് വിശുദ്ധന്മാരെ വണങ്ങും. അവസാനം പിശാചിനെ ശപിക്കുന്നതിന് പകരം വണങ്ങിയ ശേഷം മടങ്ങിപ്പോകും. ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ മറുപടിയായി, എതിർച്ഛയാ മരണാനന്തരം താൻ നരകത്തിലേക്ക് ചെല്ലുന്നെങ്കിൽ സാത്താനെ പിണക്കാതിരിക്കുകയായിരിക്കും നല്ലത് എന്നായിരുന്നു മറുപടി. ഈ ചിത്രീകരണം അനേകരുടെ ജീവിത വീക്ഷണത്തിന്റെ ആവിഷ്കരണമാണ്. പാവജീവിതം രഹസ്യമായി നയിക്കുകയും അതോടൊപ്പം മനസ്സമാധാനവും സന്തോഷവും അനുഭവിക്കുകയും ചെയ്യുവാൻ സാധിക്കുകയില്ല. അതിന് ശ്രമിച്ചാൽ നാം ജീവിതത്തെ നരകമാക്കുകയായിരിക്കും. ഇരുതോണിയിൽ കാൽ വയ്ക്കുന്നത് അപകടമാണ്. ഒരു കാരണവശാലും നമ്മള് കരയിലും വള്ളത്തിലും കാല് വയ്ക്കരുത് നമ്മൾ പറയാറുണ്ട്. ഉറച്ചു നിൽക്കുക എന്റെ ബോധ്യങ്ങളിൽ. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായി എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.